ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഫേമസ് സ്ഥലമായ ഭരണങ്ങാനത്താണ്. ഭരണങ്ങാനത്ത് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അൽഫോൻസാമ്മയുടെ കവറിടവും അൽഫോൻസാമ്മയുടെ പള്ളിയും കാണുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഈ കാണുന്നതാണ് അൽഫോൻസാമ്മയുടെ പള്ളി. അൽഫോൻസാമ്മയുടെ പള്ളിയും കവറിടവും നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ പോകാം. ഈ പള്ളി സ്ഥാപിച്ചത് ഏകദേശം AD 1004 സ്ഥാപിക്കപ്പെട്ട ഒരു പുരാതന സീറോ മലബാർ പള്ളിയാണിത്. ഇവിടെ 2 മ്യൂസിയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വശം. സൈഡിൽ തന്നെ ഒരു സ്കൂളുണ്ട്. ഇതൊരു ഹൈസ്കൂളാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു ഹയർ സെക്കൻഡറി സ്കൂൾ കാണാൻ സാധിക്കും. അത് പള്ളിയുടെ പുറത്താണ്, കോമ്പൗണ്ടിൻ്റെ വെളിയിലാണ്, റോഡിൻ്റെ അക്കരെ സൈഡിലാണ് നമുക്ക് ആ സ്കൂൾ കാണാൻ സാധിക്കുന്നത്. ഇത് പള്ളിയുടെ വിശാലമായ പാർക്കിംഗ് ഏരിയയാണ്. ഒരുപാട് തീർത്ഥാടകർ വരുന്നൊരു പള്ളിയാണ് ഈ അൽഫോൻസാമ്മയുടെ പള്ളി. അതായത് തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഒരുപാട് തീർത്ഥാടകർ വരുന്നുണ്ട്. ബസ്സിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. ഒരു റബ്ബർ തോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഞായറാഴ്ചയാണ്, ഭയങ്കര തിരക്കാണ്. ഒരുപാട് വണ്ടികളാണ് വന്ന് നടക്കുന്നത്. ആ കാണുന്നതാണ് അൽഫോൻസാമ്മയുടെ കവറിടം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പള്ളിയാണിത്. കോട്ടയം ജില്ലയിലെ ഫേമസ് ആയിട്ടുള്ളൊരു തീർത്ഥാടന കേന്ദ്രമാണ് അൽഫോൻസാമ്മയുടെ പള്ളി. ജൂലൈ 28 അൽഫോൻസാമ്മ അന്തരിക്കുന്നത്. അൽഫോൻസാമ്മയുടെ ഭൗതിക ശരീരം ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ജോൺ പോൾ II മാർപ്പാപ്പ ഇവിടെ വെച്ച് വിശുദ്ധയായി അനുഗ്രഹിച്ചു. ഇതാണ് കവറിടം. ഇവിടുന്ന് ഒരുപാട് വിശ്വാസികൾ നമുക്ക് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഈ പള്ളിയിലേക്ക് വരാം. കോട്ടയം ജില്ലയിൽ നിന്ന്, കോട്ടയത്തു നിന്ന് പാലായിലേക്ക് വരിക. പാലായിൽ നിന്ന് 7 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ഈരാറ്റുപേട്ടയിൽ നിന്നാണ്, ഈരാറ്റുപേട്ട ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ 9 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നമുക്ക് മെഴുകുതിരിയൊക്കെ കത്തിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ഈ കാണുന്നതാണ് അക്കി. ഇതൊരു ജമൈക്കയുടെ ഒരു ദേശീയ മരമാണ് അക്കി. അവരുടെ ഏറ്റവും വലിയൊരു മരം തന്നെയാണ് ജമൈക്കയുടെ. പക്ഷേ ഇവിടെ ഭക്ഷ്യയോഗ്യമല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളിയൊരു മീൻകുളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് മീനുകളുണ്ട്, നിറച്ച് മീനുകളാണ്. അക്കി ജമൈക്കയുടെ ദേശീയ വൃക്ഷമാണ് അക്കി. പക്ഷേ ഇവിടെ ഭക്ഷ്യയോഗ്യമല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അക്കി കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നമുക്ക് യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്കൊരു രൂപം കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പള്ളിയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇതാണ് പള്ളിയുടെ ഒരു ഓവർവ്യൂ. അടിപൊളി മനോഹരമായൊരു പള്ളിയാണ് ഭരണങ്ങാനം പള്ളി. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ പുറത്തിറങ്ങി. അങ്ങനെ ഇതാണ് സെൻറ്റ് മേരീസ് പള്ളി. ഇതാണ് ഇതിൻ്റെ പുറത്തേക്കുള്ളൊരു മെയിൻ എൻട്രൻസ്. ഇതാണ്. ഇവിടെ നമുക്കൊരു കുരിശ് കാണാം, ഇവിടെ നമുക്കൊരു രൂപം കാണാം. പക്ഷേ ഇപ്പോൾ മെഴുകുതിരി ഒന്നും കത്തിക്കുന്നത് കാണുന്നില്ല. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. ആണ് പള്ളിയുടെ ഒരു ലോങ് വ്യൂ. അങ്ങനെ പുറത്തിറങ്ങി. നേരെ പോകുന്നതാണ് ഈരാറ്റുപേട്ടയ്ക്കുള്ള റോഡ്. ഓപ്പോസിറ്റുള്ളതാണ് പാലയ്ക്കുള്ള റോഡ്. ഞാൻ ഈരാറ്റുപേട്ട ലക്ഷ്യമാക്കി